ബ്രേക്കിംഗ് ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രേക്കിംഗുമായി രണ്ടുപേർ നമുക്കൊപ്പമുണ്ട്. ഒരാൾ റോഷിപാലാണ്, മറ്റൊരാൾ അഷ്കറുമാണ്. രണ്ടുപേരും ഒരേ വാർത്തയാണ് പ്രധാനപ്പെട്ട ബ്രേക്കിംഗായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയമാകാനാണ് സാധ്യത. കോൺഗ്രസിന്റെ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ നമ്മുടെ റോഷിയാണ്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. അഷ്കർ, വെരി ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും എന്താണ് ആ ബ്രേക്കിംഗ് വാർത്തയെന്ന് റോഷി തന്നെ പറഞ്ഞാട്ടെ. ഡോക്ടർ അരുൺകുമാർ, ഒന്ന്, കോൺഗ്രസിൽ സംസ്ഥാനത്ത് വലിയ ഭിന്നത നേതാക്കൾക്കിടയിൽ നിൽക്കുന്ന സമയമാണ്. ദീപാദാസ് മുൻഷി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തി സമവായ നീക്കം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. അവർ ഇന്നലെ ദില്ലിയിലേക്ക് മടങ്ങി. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. ഈ തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടലിനുള്ള ആലോചനയാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ഇന്ന് ദീപാദാസ് മുൻഷി മല്ലികാർജുൻ ഖാർഗെക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച അടിയന്തര റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെയുമായും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായും ദീപാദാസ് മുൻഷി ചർച്ചകൾ നടത്തും. അവിടെ അവസാനിക്കില്ല. തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തി സമവായ നീക്കം വീണ്ടും സജീവമാക്കും. സംസ്ഥാനത്ത് ഗുരുതരമായ സാഹചര്യം എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. കാരണം തർക്കം മുറുകി സംയുക്ത വാർത്താ സമ്മേളനം പോലും ഉപേക്ഷിക്കേണ്ട സാഹചര്യം വന്നു. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെടുത്ത തീരുമാനമാണ് ആദ്യ ദിവസം തന്നെ പൊളിഞ്ഞത്. KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള തർക്കമാണ് ഇങ്ങനെ പ്രതിസന്ധിക്ക് വഴിയൊരുക്കുന്നത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് ആ തർക്കം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾക്ക് പോലും പുല്ലുവിലയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നൽകുന്നത് എന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു അടിയന്തര ഇടപെടലിന് ഹൈക്കമാൻഡ് ആലോചന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കോൺഗ്രസിൽ വരും ദിവസങ്ങൾ ഏറ്റവും നിർണായകമായിരിക്കും. അരുൺകുമാർ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് ഇതിന്റെ രൂക്ഷത എത്രത്തോളം ഉണ്ടെന്നറിയും. ഇതൊരു തമാശ എന്താണെന്ന് വെച്ചാൽ റോഷി, ഇത് KC വേണുഗോപാലിന് അറിയാത്തതല്ലല്ലോ. കേരളത്തിലെ നേതാക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള മോഹങ്ങളുമെല്ലാം അല്ലേ. അപ്പോൾ ദീപാദാസ് മുൻഷി KC വേണുഗോപാലിന് കത്ത് കൊടുക്കുമ്പോൾ KC വേണുഗോപാലിന് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് അല്ലേ റോഷി? ഡോക്ടർ അരുൺകുമാർ, അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ സ്ഥിതി വളരെ മോശമാണെന്ന് KC വേണുഗോപാലിന് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ ഇതിൻ്റെ സംഘടനാ നടപടിക്രമങ്ങൾ അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അത് രേഖാമൂലം തന്നെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറണം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും 2 AICC സെക്രട്ടറിമാരും സംസ്ഥാനത്ത് നിലവിലെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാനായി പല പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നു. അവർ നൽകിയ വിവരങ്ങൾ അത് റിപ്പോർട്ടായി അത് ക്രമീകരിച്ചുകൊണ്ട് ഔദ്യോഗികമായി എന്ന് ദീപാദാസ് മുൻഷി മല്ലികാർജുൻ ഖാർഗെക്ക് കണ്ടതിന് ശേഷമാണ് KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച നടത്തുക. ഏതാണ്ട് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഒരു ധാരണ AICC ഉണ്ടായിട്ടുണ്ട്. അത് എപ്പോൾ നടപ്പിലാക്കുമെന്നതാണ്. അതിൽ നേതൃതലത്തിലുള്ള സമഗ്രമായ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്ന സൂചനകളടക്കം പുറത്തു വരുന്നുണ്ട്.